ഹലോ ആൻഡ് വെൽക്കം ടു അനന്ത IAS അക്കാഡമി. 2026 ജനുവരി 19 തീയതിയിലത്തെ ദ ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 ന്യൂസ് ആർട്ടിക്കിളുടെ അടുത്ത് അത് UPSCക്ക് എങ്ങനെയാണ് ആവശ്യം വരുന്നത് അതേപോലെ നമ്മൾ പ്രസന്റ് ചെയ്ത് നിങ്ങൾക്ക് നൽകുന്നതാണ് ഇന്നും. ഓക്കെ, സമയം കളയുന്നില്ല. ഇന്നത്തെ ന്യൂസ് ആർട്ടിക്കിൾസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് കേരള കലോത്സവം സമാപന ചടങ്ങായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ആ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് മത്സരിച്ചതിൽ കണ്ണൂർ ജില്ലയ്ക്ക് 1ാം സ്ഥാനം ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും, സമ്മാനം ലഭിച്ചവർക്കും സമ്മാനം ലഭിക്കാത്തവർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അനന്ത IAS അക്കാഡമിയുടെ പേരിൽ ഞാൻ നേരുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നമുക്ക് നേരെ നമ്മളുടെ പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ന്യൂസ് അനാലിസിസിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, നമുക്ക് നോക്കാനുള്ള ഒരു ന്യൂസ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു ക്രൈസിസ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കോളമിലാണ്. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് ആവശ്യമായിട്ടുള്ള റിഫോംസിനെ കുറിച്ചിട്ടാണ് ഈ പർട്ടിക്കുലർ ആർട്ടിക്കിൾ പരാമർശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിൻ്റെ സാരാംശം നമ്മൾ നോക്കുകയാണെങ്കിൽ, റീസെൻ്റ്ലി സുപ്രീം കോടതി 9 ഡയറക്ഷൻസ് ആണ് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്നത്. കുട്ടികളുടെ പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷനിലുള്ള കുട്ടികളുടെ സൂയിസൈഡ് റേറ്റ് വളരെയധികം കൂടുന്നതായിട്ട് സുപ്രീം കോടതിക്ക് മനസ്സിലാവുകയുണ്ടായി. അതിനകത്ത് റീസെൻ്റ്ലി നടന്നിട്ടുള്ള ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളെ വളരെയധികം വിഷമിപ്പിച്ച ഒരു കാര്യമാണത്. അപ്പോൾ അതിനെ കൂടി അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജുഡീഷ്യൽ ആക്ടിവിസത്തിന് വേണമെങ്കിൽ നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സുപ്രീം കോടതി 9 നിർദ്ദേശങ്ങളാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും കുട്ടികളുടെ സൂയിസൈഡിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും കൺട്രോൾ ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോടതിയുടെ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, ഒരു മാസിഫിക്കേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ വിതൗട്ട് ദ ഇംപ്രൂവ്മെന്റ് ഇൻ ക്വാളിറ്റി, അതാണ് വൺ ഓഫ് ദ മേജർ റീസൺ ഫോർ ദ സൂയിസൈഡ്സ് എന്നാണ് കോടതി ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. പ്രൈവറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പണ്ട് മുതലേ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, പ്രൈവറ്റ് പാർട്ടിയുടെ ഇൻവോൾവ്മെന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വെൽഫെയർ എന്ന് പറയുന്ന ഒരു എലമെന്റിനെക്കാട്ടിലും കുറച്ചുകൂടി പ്രാധാന്യവും മുൻതൂക്കവും പ്രോഫിറ്റ് എന്ന് പറയുന്ന ആ ഒരു മാനദണ്ഡത്തിനാണ്. അപ്പോൾ ആ ഒരു മാനദണ്ഡത്തിൽ പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും ഓരോ കോളേജ്, ഈ പറഞ്ഞിട്ടുള്ള മാൽ പ്രാക്ടീസസ് നടത്തുന്ന കോളേജുകൾ ചെയ്യുന്ന ഒരു കാര്യം ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സ്കൂളിനെയോ അല്ലെങ്കിൽ ഒരു കോളേജിനെയോ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം നടപ്പിലാക്കേണ്ട രീതികളെയോ അല്ലെങ്കിൽ അവർക്ക് വളരെ ബേസിക് ആയിട്ട് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അവകാശങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട എക്സ്പോഷറുകളെ കുറിച്ചോ എക്സ്പീരിയൻസുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവർക്ക് ലഭിക്കേണ്ട ഓരോ എയ്ഡുകളെ കുറിച്ചോ അതിനെല്ലാം എന്ത് ചെയ്യുന്നു, വെട്ടിക്കുറച്ചുകൊണ്ട് ലാഭവിഹിതത്തിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ടാണ് പലപ്പോഴും പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ശ്രമിക്കാറുള്ളത്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥാപനം വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആവുന്നത് ആരാണ്? അത് കുട്ടികളാണ്, അല്ലെ? കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണ്. അപ്പൊ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഇവർ നാളത്തെ ഇന്ത്യയാണ്. നാളത്തെ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യ അല്ലെങ്കിൽ ഒരു ഇന്ത്യ എന്നല്ല, ഏതൊരു രാജ്യത്തിന്റെയും നട്ടല് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഭാവി എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ജനങ്ങളാണ്, അവിടുത്തെ കുട്ടികളാണ്, അവിടുത്തെ വിദ്യാർത്ഥികളാണ്. കാരണം ഓരോ സമൂഹത്തിന്റെയും മാറ്റം നടക്കുന്നത്, ഇപ്പം നമ്മൾ സോഷ്യോളജി പോലെയുള്ള സബ്ജക്ട്സിൽ നമ്മൾ പഠിക്കാറുണ്ട്, സോഷ്യൽ മൊബിലിറ്റി എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്, അല്ലെ? സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്കലി ആയിട്ടുള്ള ഒരു മൊബിലിറ്റി, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു സോഷ്യൽ ലെവലിൽ തന്നെ ഒരു ക്ലാസ് മൊബിലിറ്റി, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഹൈറാർക്കിക്കൽ മൊബിലിറ്റി, ഈ പറഞ്ഞിട്ടുള്ള സംഗതികളെല്ലാം സാധ്യമാവുന്ന ഒരു രീതി എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയാണെങ്കിലും എഡ്യൂക്കേഷണലി അതേപോലെ തന്നെ സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഈവൻ ഫസ്റ്റ് അമെൻമെന്റിലൂടെയാണ് ആ റിസർവേഷൻ പദ്ധതികളെല്ലാം പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നത്, അല്ലെ? അപ്പൊ ഈ എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോഫിറ്റ് കമ്മോഡിറ്റി അല്ലെങ്കിൽ ഒരു ക്യാപിറ്റലിസ്റ്റിക് പ്രൊഡക്റ്റ് മാത്രമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സുപ്രീം കോടതിയുടെ ഒബ്സർവേഷൻ.
അപ്പൊ ആ ഒരു ഒബ്സർവേഷനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു കമ്മോഡിഫിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു കൾച്ചറിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആവുന്നത് ആരാണ്? സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അത് സുപ്രീം കോടതി ഈയിടെ മനസ്സിലാക്കുകയും അതിനെ തടയുവാനായിട്ട് എന്ത് ചെയ്തു? ഏകദേശം നിർദ്ദേശങ്ങൾ സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും കൊടുത്തു. ഇതിനെ നമുക്ക് UPSC ഇതിനകത്ത് ഓഫ് കോഴ്സ് ഇതിനകത്ത് ഒരു ഹ്യൂമാനിറ്റേറിയൻ വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള കൺസേൺസും അതൊരു ഹ്യൂമാനിറ്റേറിയൻ കമ്പാഷനേറ്റും അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഒരു ഡിസ്റ്റർബൻസസും എനിക്കിത് സംസാരിക്കുമ്പോൾ ഇവിടെ ഉണ്ട്. ഒരാൾ മരിച്ചു എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ സൂയിസൈഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സാം എന്ന് പറയുന്ന ഒരു കാര്യം മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മൾക്ക്, അല്ലെങ്കിൽ UPSC സിവിൽ സർവീസസ് എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മെയിൻസ് എക്സാമിനേഷൻ നമ്മളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ മാക്സിമം സ്ഥലങ്ങളിൽ ഡൈവേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാക്സിമം മാർക്കിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു നോട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെയോ അല്ലെങ്കിൽ ജുഡീഷ്യൽ ഓവർ റീച്ചിൻ്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജുഡീഷ്യൽ വെൽഫെയറിസത്തിൻ്റെയോ അതിൻ്റെ എല്ലാം ഒരു ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞിട്ടുള്ള 9 ഡയറക്ഷൻസ് ഇഷ്യൂഡ് ബൈ സുപ്രീം കോടതി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിനകത്ത് ഈ ഡയറക്ഷനകത്ത് ഒരു ഡിസ്ട്രെസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ്, അതായത് ഒരു എന്താ പറയുക, ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അസ്വസ്ഥത അനുഭവിക്കുന്ന സ്റ്റുഡൻറ്റിൻ്റെ ഡെഫിനിഷൻ, അതായത് ഈ പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഡെഫിനിഷൻ ഒരിക്കലും ഇനി പഴയതുപോലെ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തൊരു കുട്ടി എന്നുള്ളത്, അല്ലെങ്കിൽ ഇവരുടെ സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു കുട്ടി എന്നോ അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടി എന്നുള്ള വളരെ നാരോ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനിൽ നിന്നും മാറിക്കൊണ്ട് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു സ്പെക്ട്രത്തിനെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു സ്റ്റുഡൻസിനെ, അതായത് ഫൈനാൻഷ്യലായിട്ടും സോഷ്യലായിട്ടും സോഷ്യൽ ഇൻജസ്റ്റിസ് ആയിട്ടും അക്കാഡമിക് ആയിട്ടും എല്ലാം എലിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്റ്റുഡൻസിനെയും ഇനി മുതൽ എന്ത് വിളിക്കുന്നുണ്ട്? ഡിസ്ട്രെസ്ഡ് സ്റ്റുഡൻ്റ് എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എലിനേറ്റ് ചെയ്യപ്പെടാനുള്ള കാരണങ്ങൾ പലതാണെന്ന് കോടതിക്ക് മനസ്സിലായി. ഒരൊറ്റ കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് സാമ്പത്തിക സ്ഥിതിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ജാതിയുടെ അടിസ്ഥാനത്തിലോ മതത്തിന്റെ അടിസ്ഥാനത്തിലോ മാത്രമല്ലാതെ വേറെയും പല പുതിയ സോഷ്യൽ ഈവിൾസിന്റെ അടിസ്ഥാനത്തിൽ, ഇപ്പൊ പറയുന്ന സോഷ്യൽ ഇൻജസ്റ്റിസുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാം എന്ത് ചെയ്യണം? കുട്ടിയെ ഡിസ്ട്രെസ്ഡ് ആയിട്ടുള്ള കുട്ടിയാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥിയാണെന്ന് മനസ്സിലാക്കണം എന്നാണ് കോടതി പറയുന്നത്. പിന്നെ ഈ നോട്ടിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, സുപ്രീം കോടതി ഈ ഒരു ഡയറക്ഷൻസ് ഇറക്കുന്നത് ആർട്ടിക്കിൾ 142 പ്രകാരമാണ്. ആർട്ടിക്കിൾ 142 പ്രൊവൈഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് ജസ്റ്റിസ് ആണ്. സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജുഡീഷ്യൽ ബുക്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നിയമപുസ്തകങ്ങളുടെ അക്ഷരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഒരു മനുഷ്യന് നീതി അല്ലെങ്കിൽ സാമൂഹിക നീതി നടപ്പിലാക്കുവാൻ വേണ്ടി ആ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ്, അതായത് ആ ഒരു കംപ്ലീറ്റ് ജസ്റ്റിസ് എന്ന് പറയുന്ന ആ ഒരു സുപ്രീം വിർച്വലിലേക്ക് എത്തിക്കുവാനായിട്ട് എന്താണ് സുപ്രീം കോടതി യൂസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 142 എന്ന് പറയുന്നത്. അതൊരു എൻഫോഴ്സസ് റിഫോംസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഡ്യൂ പ്രോസസ് ഓഫ് ദ ലോയുടെ വേണ്ടിയിട്ടോ ഒക്കെ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത്. ദെൻ സുപ്രീം കോടതിയുടെ അടുത്തൊരു നിർദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് സൂയിസൈഡ് ഡേറ്റ ട്രാക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം, നമുക്കൊരു പ്രശ്നം, അതായത് ഇപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ വലിയ വലിയ ഈ മഹാത്മാരൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ പലപ്പോഴായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പ്രശ്നം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിന് നമുക്ക് എന്ത് വേണം? അറിവ് വേണം. എന്തിനെ കുറിച്ചുള്ള അറിവ്? നമ്മളുടെ പ്രശ്നത്തെക്കുറിച്ചുള്ള അറിവ്. അപ്പം അതേപോലെ തന്നെ ഇവിടെ നടക്കുന്ന സൂയിസൈഡൽ റേറ്റുകൾ, സ്റ്റുഡൻറ് സൂയിസൈഡൽ റേറ്റുകളെ കുറിച്ചിട്ടുള്ള ഡേറ്റകളും അതേപോലെ തന്നെ അതിൻ്റെ റെക്കോർഡിങ്ങുകളും അതിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള റീസൺസും അതേപോലെ അതിൻ്റെ റിപ്പർക്കഷൻസും അല്ലെങ്കിൽ അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു മോട്ടീവും എല്ലാം ട്രാക്ക് ചെയ്യണം എന്ന് സുപ്രീം കോടതി ഒരു നിർദ്ദേശം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വേക്കൻസീസ് ഓഫ് ദി ടീച്ചർ വേക്കൻസിയും കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. കാരണം ഈ പറഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും, അതായത് ഇപ്പോൾ മെനി പബ്ലിക്, എസ്പെഷ്യലി പബ്ലിക് HEIS, അതായത് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏകദേശം 50% ഫാക്കൽറ്റി വേക്കൻസീസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർ, ഇപ്പോൾ ഈ ഓവറോൾ ഇന്ത്യൻ ഗവേണൻസ് സിസ്റ്റം നോക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു ഐറണി എന്ന് പറയുന്നത് എന്താണ്? ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ ഉള്ള ഒരു രാജ്യത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ ഗവൺമെന്റ് പോസ്റ്റുകളിലെ വേക്കൻസിയാണ്.
അപ്പോൾ അതൊരിക്കലും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഇല്ലാഞ്ഞിട്ടോ അതൊരിക്കലും ഈ പറഞ്ഞതുപോലെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റം അതിന് ഫോളോ ചെയ്യാൻ ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. മറിച്ച് അതിന്റെ ആ ഒരു ഇൻഎഫിഷ്യൻസി, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ ആ ഒരു അശ്രദ്ധ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു അശ്രദ്ധ, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം കൊടുത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹയറിംഗ് ആൻഡ് ഫയറിംഗ് മെക്കാനിസം ഡെവലപ്പ് ചെയ്യാത്തതിന്റെ ഒരു കാരണം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ക്വാളിറ്റി ഓഫ് പബ്ലിക് സർവീസിൽ ഇപ്പൊ നമ്മൾ GS4 നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ക്വാളിറ്റി ഓഫ് പബ്ലിക് സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്വാളിറ്റി ഓഫ് പബ്ലിക് സർവീസിൽ ഊന്നിയുള്ള ഒരു ഗവേണൻസ് മോഡൽ അല്ലാത്തത് കൊണ്ടും എല്ലാം ഉണ്ടാവുന്ന ഒരു പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ വേക്കൻസീസ് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, വെൻ ഇറ്റ് കംസ് ടു ദി ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് സ്റ്റിൽ നമുക്ക് അവിടെ വേക്കൻസീസ് കാണാം. നമുക്ക് നമ്മളുടെ പോലീസ് ടു പീപ്പിൾ റേഷ്യോ നോക്കുമ്പോഴും വേക്കൻസീസ് നമുക്ക് അവിടെ ഒരുപാട് കാണാം. മെഡിക്കോ സർവീസ് ഓഫീസേഴ്സിന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് അവിടെ വേക്കൻസീസ് കാണാം. അതേപോലെ തന്നെ നമ്മളുടെ പല ഓഫീസസും പലപ്പോഴായിട്ടുള്ള നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസസിൽ വരെ വേക്കൻസീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ വേക്കൻസീസ് വരുന്നതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? ഒരു ഗവേണൻസ് വാക്വമാണ്. അപ്പൊ ഞാൻ ഈ പറയുന്ന പല ടേമുകളും നിങ്ങൾക്ക് മെയിൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടേമുകളാണ്. സോ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ പിന്നീട് ഒരു റിവിഷനോടുകൂടി തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. സോ ഈ ഒരു ഗവേണൻസ് വാക്വം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഈ ബ്രോക്കൺ വിൻഡോ സിൻഡ്രോം എന്നെല്ലാം. അതായത് ഒരു ഗവേണൻസ് വാക്വം വരുമ്പോൾ അവിടെ ഒരു അട്രോസിറ്റി നടക്കും, ഒരു ചെറിയൊരു അട്രോസിറ്റി നടക്കും, ചെറിയൊരു ക്രൈം നടക്കും. അത് ഒരുപക്ഷെ ഒരു ജനലിലേക്ക് കല്ലെടുത്തെറിയുന്നതോ അല്ലെങ്കിൽ അത് ഒരുപക്ഷെ വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ആയിരിക്കാം. പക്ഷെ ഈ ഒരു ചെറിയൊരു ക്രൈം നടക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് അതിലേക്ക് പ്രത്യേകിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ വീണ്ടും വീണ്ടും ക്രൈമുകൾ നടന്നുകൊണ്ടേയിരിക്കും. ഇന്നൊരു ക്രൈം നടന്നു, ഒരു ചെറിയ ക്രൈമാണ്, അതൊരു പെറ്റി ക്രൈമാണ്, നമുക്ക് അതിനെ ഒഴിവാക്കാം എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നാളെ ആ ക്രൈമിന്റെ ഒരു ഡിഗ്രി ഓഫ് ക്രൈം കുറച്ചുകൂടി കൂടാൻ സാധ്യതയുണ്ട്. അത് പിന്നീട് വരുമ്പോഴത്തേക്കും ഒരു ഹീനിയസ് ക്രൈമിലേക്കൊക്കെ മാറാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പൊ ഈ സ്ലമ്മുകളുടെ ഒക്കെ കാര്യങ്ങളില്ല, ഇപ്പൊ നമ്മൾ നോക്കി ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ ക്രൈമുകളെല്ലാം ചെയ്തിട്ട് ആളുകൾ അങ്ങോട്ട് പോകുന്നു. ഓട്ടോമാറ്റിക്കലി അവിടെ ക്രൈം നോർമലൈസ് ചെയ്യപ്പെടുന്നു. അത് പിന്നീട് ആ ഒരു സൊസൈറ്റിയുടെ സ്റ്റെബിലിറ്റിനെ തന്നെ അഫക്റ്റ് ചെയ്യുന്നത് വരെ നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ധാരാവി പോലുള്ള സ്ലമ്മുകളിൽ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആണ്. പക്ഷെ പഴയ ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ ആ ഒരു വേക്കൻസി, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി അപ്പോയിന്റ്മെന്റ്സും അതേപോലെ തന്നെ അടുത്ത കൗൺസിലേഴ്സ് അപ്പോയിന്റ്മെന്റ്സും അതേപോലെ തന്നെ ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒരു അപ്പോയിന്റ്മെന്റും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നടക്കുകയാണെങ്കിൽ തന്നെ കോടതി പറയുന്നത് നമുക്ക് കുറേ ഈ പറഞ്ഞിട്ടുള്ള കുട്ടികളെ സൂയിസൈഡിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ്. ഓക്കെ, ദെൻ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിസർച്ച് കപ്പാസിറ്റീസും അതേപോലെ തന്നെ ഇപ്പോൾ അഡ്വാൻസ് റിസർച്ച് അല്ല, ഇപ്പൊ നമ്മൾ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഇപ്പൊ സൗത്ത് കൊറിയ, അതേപോലെ തന്നെ നമ്മളുടെ ജപ്പാൻ, അതേപോലെ USA, ജർമ്മനി, ഇവിടെ എല്ലാം പ്രത്യേകത എന്താണ്? ഇവരൊക്കെ വളരെ അഡ്വാൻസ്ഡ് നേഷൻസ് ആണ്. അപ്പൊ ഈ അഡ്വാൻസ്ഡ് നേഷൻസ് എങ്ങനെയാണ് അഡ്വാൻസ്ഡ് ലെവലിലേക്ക് എത്തിയത്? അവരൊരിക്കലും ഒരു വൺ ഫൈൻ ഡേ കുറച്ച് പൈസ സ്റ്റാർട്ടപ്പുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു യൂണിക്കോണായി അവര് സെറ്റപ്പായി വന്നതല്ല. മറിച്ച് അവരുടെ ഒരു കംപ്ലീറ്റ് ഇൻവോൾവ്മെന്റും അല്ലെങ്കിൽ അവരുടെ ഒരു ത്രൂ ഔട്ട് ദി ഹാർഡ് വർക്ക് R&Dയിൽ പുട്ട് ഫോർവേഡ് ചെയ്ത് അതിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിസർച്ചസും ഡെവലപ്മെന്റ്സും അതിന്റെ അനാലിസിസും അതിന്റെ പ്രസന്റേഷൻസും അതിന്റെ പേപ്പർ ഡെവലപ്മെന്റ്സും ഒരു ഇൻഡസ്ട്രി അക്കാഡമിയ ഇന്റർ റിലേഷൻസ് ഒക്കെ ബിൽഡ് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയി തന്നെയാണ് അവർ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഡെവലപ്ഡ് നേഷൻ സ്റ്റാറ്റസിലേക്ക് എത്തിയത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ജപ്പാനെയും അതേപോലെ സൗത്ത് കൊറിയ ഒക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ GDPയുടെ 4 മുതൽ 5% വരെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ദി കേസ് ഓഫ് ഇന്ത്യ, നമ്മൾ ഏകദേശം 1.5% അടുത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള R&Dക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത്. അത് വളരെ വലിയൊരു പ്രോബ്ലമാണ്. അപ്പൊ ആ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ എന്ന് വേണം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു റിസർച്ചും അതേപോലെ തന്നെ റിസർച്ച് കപ്പാസിറ്റി, അതേപോലെ തന്നെ കുട്ടികൾക്ക് ഒരു കപ്പാസിറ്റി ഡെവലപ്മെന്റ്, HR ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ഒരു എക്യുപ്മെന്റ് യൂസേജും എക്യുപ്മെന്റ് പറഞ്ഞിട്ടുള്ള ഒരു ഇനീഷിയേഷനും ഒക്കെ വളരെ ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്.
അപ്പോൾ ഈ ഒരു കപ്പാസിറ്റി കുറയുന്നതിലൂടെ, അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെന്റ് കപ്പാസിറ്റി കുറയുന്നതിലൂടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോട്ടോടൈപ്സിന്റെ അവൈലബിലിറ്റി ഇല്ലാതെ ആവുന്നതിലൂടെ, റിയൽ ടൈം ആയിട്ടുള്ള ഇവർക്ക് എക്സ്പെരിമെന്റ്സും കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ ആവുന്നതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? ഓട്ടോമാറ്റിക്കലി ഇവരുടെ സ്കില്ലും വളരെയധികം കുറയും. കോമ്പറ്റീറ്റീവ് അല്ലാത്ത രീതിയിൽ ഇവർ എന്ത് ചെയ്യും? മാറും. കാരണം സ്കില്ല് എന്ന് പറയുന്ന ഒരു സംഗതി വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വേണം. അപ്പൊ ഇതേപോലെയുള്ള സംഗതികൾ അവിടെ കുറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് സാധിക്കില്ല? നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർ സ്കിൽ ഡെവലപ്മെന്റിനുള്ള ഒരു പോസിബിലിറ്റി അവിടെ കുറയും. അവർ കമ്പയർ ടു ദെയർ പിയേഴ്സ് അവർ വളരെ ലോ ആയിട്ട് മാറും. അപ്പൊ അതിലേക്കും അത് കാരണം കൂടി ഒരു സൂയിസൈഡൽ സോറി സോറി അത് കാരണം കൂടി സൂയിസൈഡ് ഉണ്ടാവുന്നുണ്ട് എന്നാണ് എന്ത് പറയുന്നത്? സുപ്രീം കോടതിയുടെ ഒരു ഒബ്സർവേഷൻ പറയുന്നത്. ദെൻ ഈ സുപ്രീം കോടതി മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? വൈസ് ചാൻസലേഴ്സ് അപ്പോയിന്റ്മെന്റിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പൊ നമ്മൾ കേരളത്തിന്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ സാർ ആയിരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇൻ ദ മാറ്റർ ഓഫ് അപ്പോയിന്റിംഗ് ദ വൈസ് ചാൻസലർ. കാരണം കേരള യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ചിടത്തോളം ചാൻസലർ എന്ന് പറയുന്നത് ഗവർണറാണ്. വൈസ് ചാൻസലറെ അപ്പോയിന്റ് ചെയ്യുന്നതിനകത്ത് ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങളും വന്നു എന്നുള്ള രീതിയിൽ അലിഗേഷൻസ് വരികയും പിന്നീട് അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇതിലൊക്കെ സംഭവിക്കുന്നത് എന്താ? ഒരു എന്താ പറയാ, ഒരു ആംബിഗിറ്റി ഉണ്ടാവുക. എവിടെ ആംബിഗിറ്റി ഉണ്ടാവുകയാണ്? നമ്മുടെ ഒരു റിസർച്ച് സെന്ററുകളിലും അല്ലെങ്കിൽ നമ്മുടെ കോളേജസിലും എല്ലാം ഒരു ആംബിഗിറ്റി ഉണ്ടാവുക. കുട്ടിക്ക് അവന്റെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫ്യൂച്ചറിൽ എന്താണ് കാര്യങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളെല്ലാം മറന്നു പോവുകയും അവർക്കത് വളരെയധികം നെഗറ്റീവായിട്ട് അവരെ അത് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അങ്ങനെ അഫക്റ്റ് ചെയ്യുന്നതിലൂടെ അവരെന്ത് ചെയ്യുന്നു? സൂയിസൈഡിലേക്ക്, ഒരു സൂയിസൈഡൽ ടെൻഡൻസിയിലേക്ക് എത്തുന്നു എന്നും കോടതി മനസ്സിലാക്കി. ദെൻ ഫാക്കൽറ്റീസിന്റെ അപ്പോയിന്റ്മെന്റ്സിന്റെ കാര്യങ്ങളും അതേപോലെ തന്നെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസിനെ കുറിച്ചും അതേപോലെ നമ്മുടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഇല്ലാത്തതിനെ കുറിച്ചും ഒക്കെ ഒരുപാട് പറയുന്നുണ്ട്. ദെൻ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഓഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് അല്ലെങ്കിൽ കറപ്ഷൻ ആൻഡ് പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ അപ്പോയിന്റ്മെന്റ്സ് ഹാവ് അഫക്റ്റഡ് അക്കാഡമിക് ക്വാളിറ്റി. ഇപ്പോൾ എല്ലാം ഒരു പൊളിറ്റിക്കൽ ഒരു സൂപ്പർ സ്ട്രക്ചറിന്റെ അണ്ടറിൽ വരുന്ന പോലെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു പൊളിറ്റിക്കൽ സൂപ്പർ സ്ട്രക്ചറിനകത്ത് വരുന്ന സമയത്ത് ഒരു അപ്പോയിന്റ്മെന്റ്സും അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഫാക്കൽറ്റിയുടെ അപ്പോയിന്റ്മെന്റ് ആയിക്കോട്ടെ, കുട്ടികൾക്ക് കിട്ടുന്ന സീറ്റ്സ് ആയിക്കോട്ടെ, അതിലെല്ലാം ഒരു പൊളിറ്റിക്കൽ ഒരു ഇന്റർഫിയറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ള ഒരു ക്രിറ്റിസിസം കോടതി പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മളൊരു എന്താ പറയുക, ഒരു റിഫോം ഹയർ എഡ്യൂക്കേഷന്റെ ഒരു ഹയർ നമുക്ക് കൺക്ലൂഷൻസിനകത്തൊക്കെ എഴുതാനായിട്ട് സാധിക്കുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു കോട്ടാണ് ലാസ്റ്റത്തെ 2 പോയിന്റ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മുടെ കോട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോൾ ടു അർജന്റ്ലി റിഫോം ദ പബ്ലിക് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്തായാലും റിഫോം ചെയ്തിരിക്കണം എന്നാണ് കോടതി പറയുന്നത്. അത് ഇറ്റ്സ് ഹൈ ടൈം ദാറ്റ് വി ആർ ഗോയിങ് ടു ഡു ഇറ്റ്. കാരണം ദിസ് HEIs, അതായത് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ വെരി എസെൻഷ്യൽ ഫോർ പെർസ്യൂയിങ് ദ ഗോൾസ് ഓഫ് വികസിത് ഭാരത്. ഈ ഒരു നോട്ടിലാണ് ഓഥർ ഇത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ക്വാളിറ്റി, അല്ലെ? ടീച്ചറിന്റെ ക്വാളിറ്റി. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് ക്വാളിറ്റി അനലൈസ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 വന്നിരിക്കുന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒരു ഡെഡിക്കേറ്റഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് തന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനെ കുറിച്ചും ടീച്ചറുടെ ക്വാളിറ്റി എൻഹാൻസ്മെന്റിനെ കുറിച്ചും അവരുടെ സ്കിൽ ഡെവലപ്മെന്റിനെ കുറിച്ചും ഒക്കെയാണ്. കാരണം NEP വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ള ടീച്ചേഴ്സ് ആണ് ക്വാളിറ്റി ഉള്ള സ്റ്റുഡൻസിനെ ഉണ്ടാക്കുക. അപ്പൊ ക്വാളിറ്റി ഉള്ള സ്റ്റുഡൻസിനെ ഉണ്ടാക്കാനുള്ള ഈസി വേ അല്ലെങ്കിൽ ഒരു മസ്റ്റ് നെസസറി വേ എന്ന് പറയുന്നത് എന്താണ്? ഈസ് ടു പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഈസ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ ടീച്ചേഴ്സ് ആർ ഗോയിങ് ത്രൂ എ പ്രോപ്പർ ഇൻഡക്ഷൻ ആസ് വെൽ ആസ് ട്രെയിനിങ് ചാനൽസ്. കാരണം ഇത്രയും സെൻസിറ്റൈസ് ആയിട്ടുള്ള ഒരു സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനകത്ത് ഏറ്റവും വലിയ റോള് വഹിക്കുന്ന, ഏറ്റവും വലിയ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ഫോളോ ചെയ്യുന്ന ടീച്ചേഴ്സ് പലപ്പോഴും അവരുടെ റോളുകളും അവരുടെ കപ്പാസിറ്റീസിനെയും മറന്നുകൊണ്ട് ജസ്റ്റ് ഒരു പ്രൊഫഷനായിട്ട് ഓക്കെ ക്ലാസ് എടുക്കുക, എൻ്റെ പോർഷൻ തീർക്കുക, എൻ്റെ കരിക്കുലം തീർക്കുക എന്നുള്ളൊരൊറ്റ കാര്യത്തിൽ മാത്രം ഊന്നി അവർ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കാരണമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പറയുന്നത് എന്താണ്? നമുക്കൊരു ടീച്ചേഴ്സ് ട്രെയിനിങ് സെറ്റപ്പ് വേണം, ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് ഒരു സ്റ്റൈല് വേണം. അപ്പോൾ ആ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനകത്ത് ടീച്ചറെ സെൻസിറ്റൈസ് ചെയ്യുക, ടീച്ചറുടെ കപ്പാസിറ്റി ഡെവലപ്മെന്റ് ചെയ്യുക, ടീച്ചറുടെ കണ്ടന്റ് കോഷ്യന്റ് ഡെവലപ്പ് ചെയ്യുക, അവരുടെ കമ്പാഷൻ ഇക്വിറ്റി കൂട്ടുക എന്നിങ്ങനെ ഒരുപാട് ഐഡിയകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ കുറേ റെവല്യൂഷണറി ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ഉണ്ടെങ്കിലും എനിക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം നമ്മുടെ ഈ ടീച്ചേഴ്സ് സെൻസിറ്റൈസേഷൻ തന്നെയാണ്.
പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത്. ഇപ്പോൾ നമ്മൾ ലണ്ടൻ പോലുള്ള സ്ഥലങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടീച്ചേഴ്സും അത് അപ്പോൾ അവരും നമ്മുടെ ഈ പറഞ്ഞ ഇൻഡസ്ട്രി റിലേഷൻസ് വളരെ കൺവീനിയൻ്റ് ആയിട്ടാണ് നടക്കുന്നത്. അതായത് അവർ ഈ പറഞ്ഞ പോലെ ഓരോ ഹയർ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സും അവിടുത്തെ ഇൻഡസ്ട്രീസായിട്ട് ഡയറക്റ്റ് ടൈപ്സും അവരുടെ സ്റ്റുഡൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ ഇൻഡസ്ട്രിക്ക് റിക്വയർഡ് ആയിട്ടുള്ള സ്കിൽസ് അവരുടെ സ്റ്റുഡൻസിലേക്ക് ഇമ്പാർട്ട് ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നല്ല പോസിറ്റീവ് കാറ്റലിസ്റ്റിക് റോൾ അവർ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റോള് പ്ലേ ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നത് എന്താണ്, അവിടെ ഒരു ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്, ഒരു ഹ്യൂമൻ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യുകയാണ് അല്ലെ. അപ്പൊ ആ ഒരു ട്രജക്ടറിയൽ ഡിഫറൻസസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ട്രജക്ടറിയൽ അപ്സ്ട്രീമിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ഈ ടീച്ചേഴ്സിന്റെ ട്രെയിനിങ്ങിന് കൂടി കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പറയുന്നുണ്ട്. അത് ഞാൻ ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്യുകയാണ്. ഓക്കെ, ദെൻ ഈ ഒരു പോയിന്റിൽ എഡ്യൂക്കേഷനെ കുറിച്ച് മെൻഷൻ ചെയ്യാതെ പോകാൻ എന്തായാലും സാധിക്കില്ല. സോ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ 21A ആണെന്ന് പറയുന്നത് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് കോൺസിക്വന്റ് ലെജിസ്ലേഷൻസ് റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ഓക്കെ, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ, ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ, പിന്നെ നമ്മളുടെ DPSP ഇതിൽ മൂന്നിലും എന്ത് പറയുന്നുണ്ട്, എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറയുന്നത് എന്താണ്, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇറ്റ് ഈസ് ദെയർ റൈറ്റ് ടു ഗെറ്റ് ഫ്രീഡം ഓഫ് ഇറ്റ് ഈസ് ദെയർ റൈറ്റ് ടു ഗെറ്റ് എഡ്യൂക്കേറ്റഡ്. ഓക്കെ, DPSP പറയുന്നത് എന്താണ്, 0 to 6 വരെ ഏർലി ചൈൽഡ് കെയർ കിട്ടണം എന്നത് നിർബന്ധമാണ്. ആക്ച്വലി നമ്മളുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ബേസിക്കലി ആദ്യം ഉണ്ടായിരുന്നത് എവിടെയാണ്, DPSP പിന്നീടാണ് അമെൻമെന്റിലൂടെ എന്ത് ചെയ്തു, അതിനെ ഫണ്ടമെന്റൽ റൈറ്റ്സിലേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദി ഡ്യൂട്ടി ഓഫ് ദി പേരന്റ് ടു ഗീവ് എഡ്യൂക്കേഷൻ, ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു ലൈനിലാണ് നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പ് ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ളത്. നമ്മൾ ഓൾറെഡി ന്യൂ എഡ്യൂക്കേഷൻ പോളിസിനെ കുറിച്ച് സംസാരിച്ചു. ഞാൻ ജസ്റ്റ് റീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദി അൾട്ടിമേറ്റ് എയിം ഓഫ് സ്കൂൾ അല്ലെങ്കിൽ നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ സ്കൂൾ സെറ്റപ്പ് എന്ന് പറയുന്നത് ഈസ് ടു യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഫ്രം പ്രീ സ്കൂൾ ടു സെക്കൻഡറി ലെവൽ വിത്ത് 100% ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഇൻ സ്കൂൾ ബൈ 2030. ദെൻ നമ്മളുടെ ഒരു സിസ്റ്റത്തിൽ ഒരു റിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് 10+2 എന്നുള്ള ഒരു ഫോർമുലയിലാണ്. അപ്പം നമ്മൾ തന്നെയാണെങ്കിലും 1ാം ക്ലാസ് മുതൽ 10 വരെ പഠിക്കുന്നു, 10 കഴിഞ്ഞ ശേഷം +1 +2 എന്നാണ് നമ്മൾ പറയുക അല്ലേ. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറ്റിയിട്ട് 5+3+3+4 എന്നുള്ളൊരു സെറ്റപ്പിലേക്ക് മാറി. ഓക്കെ, ദെൻ അപ്പോൾ ഇതിനകത്തൊരു അംഗൻവാടി പ്രീ സ്കൂളിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊണ്ടുവരാൻ തുടങ്ങി. കാരണം ഒരുപാട് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റുഡൻറ് എൻറോൾമെന്റ് റേഷ്യോ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും വളരെയധികം റെഡ്യൂസ് ആവുന്നതായിട്ട് മനസ്സിലാക്കി. അപ്പോൾ ആ ഒരു റിഡക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ റിഡക്ഷനെ കൗണ്ടർ ചെയ്യാനായിട്ട് ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ഒരു പ്രൊആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രീ സ്കൂളിംഗ്. അപ്പോൾ കുട്ടികളെ കുറച്ചുകൂടി ഇനീഷ്യലി സെൻസിറ്റൈസ് ചെയ്ത് അല്ലെങ്കിൽ സ്കൂളുകളുമായിട്ട് സോഷ്യലൈസ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ഐഡിയയിൽ പുറത്താണ് അത് ഒരുപാട് വന്നിരിക്കുന്നത്. ദെൻ ഒരു ഫൗണ്ടേഷണൽ ലിറ്ററസി, ന്യൂമറസി, നമുക്കിത് ഈ പർട്ടിക്കുലർ PDF നിങ്ങളുടെ ടെലഗ്രാം അനന്ത IAS അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് നോക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എഡ്യൂക്കേഷനായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ദെൻ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഒരു ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ കൂട്ടുക എന്നുള്ളൊരു അൾട്ടിമേറ്റ് എയിമും, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കൂട്ടുക എന്നുള്ളൊരു എയിമും, ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുക, എന്തൊക്കെയാണോ റിക്വയർഡ് ആയിട്ടുള്ള റിവേഴ്സ് എഞ്ചിനീയറിംഗ് മോഡലിൽ ഗോൾ സെറ്റ് ചെയ്തിട്ട് ആ ഗോളിലേക്ക് എത്താനുള്ള വഴികൾ ഇതൊക്കെയാണ് എന്നുള്ള രീതിയിലാണ് ആ ഒരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഡോക്യുമെന്റ് പോകുന്നത്. ഓക്കെ, താങ്ക് യു. സോ നമ്മുടെ ഫസ്റ്റത്തെ ന്യൂസിന്റെ അനാലിസിസ് കഴിഞ്ഞിട്ടുണ്ട്. വി ആർ ഗോയിങ് ടു ദി സെക്കൻഡ് വൺ. ഇനി അങ്ങോട്ടേക്ക് ചെറിയ ന്യൂസസ് ആണ്, നമ്മളൊരു 5 മിനിറ്റ്സിനുള്ളിൽ റാപ്പ് ചെയ്യും. സോ now we are looking like a display plan for the Pipravaha relics. പിപ്രവാഹ റിലിക്സിനെ കുറിച്ചാണ് ഞാൻ ഈ ന്യൂസിന്റെ ഒരു സമ്മറി പറയുകയാണെങ്കിൽ, ഈ പിപ്രവാഹ റിലിക്സ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ബുദ്ധാസ് റിമൈൻസ്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കാം. വേണമെന്നുണ്ടെങ്കിൽ പിപ്രവാഹ റിലിക്സ് ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ലൈഫ്സ് ഓഫ് ജെയിൻ, വർദ്ധമാന മഹാവീരാന്നോ, അശോകാന്നോ, ഗുപ്താന്നോ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കൃഷ്ണദേവരായന്നോ, എന്തുവേണമെങ്കിലും വന്നിട്ട് ചെയ്യാം. അത് UPSC മുമ്പ് ചെയ്ത ചരിത്രമുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ബുദ്ധിസ്റ്റ് റിമൈൻസിനെയാണ് പറയുന്നത്. സോ
നമുക്ക് ഈയിടെ റീസെൻ്റ്ലി നടന്നിട്ടുള്ള ഡൽഹി എക്സിബിഷനിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഡിസ്പ്ലേ ഇനാഗ്രേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ന്യൂസിൽ വരാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. ദെൻ ഈ ആർട്ടിക്കിൾ എന്താണ് ബേസിക്കലി പറയുന്നത്, എഡിറ്റോറിയൽ എന്തിനെ കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലീക്സും കാര്യങ്ങളൊക്കെ ഒരു ജസ്റ്റ് ഒരു മ്യൂസിയം പ്രൊഡക്റ്റാക്കി മാത്രം മാറ്റാൻ നിൽക്കാതെ അതിനൊരു ലിവിങ് എൻറ്റിറ്റി ആയിട്ട് മാറ്റണം, ഒരു ലിവിങ് എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യണം. അതിനൊരു ലിവിങ് എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്ത് അവിടെ മെഡിറ്റേഷൻസും അതേപോലെ തന്നെ റിലീജിയസ് ആക്ടിവിറ്റീസും നടത്താനുള്ള ഒരു ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ആർട്ടിക്കിൾ പറഞ്ഞു വയ്ക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. The article stresses the urgent need for long-term display plan once exhibition ends. In early Buddhism, relics were central to devotion, stored in stupas and believed to transform worshippers spiritually. Sanji Stupa is cited as an example of how architecture, pathways, railings and relief carvings help visitors ritually and mentally approach the sacred. അപ്പോൾ ഒരു നോൺ ലിവിങ് ഒരു മ്യൂസിയമിക് ഐറ്റമാക്കി മാത്രം ആ റിലിക്സിനെ മാറ്റാതെ ഒരു ലിവിങ് എൻറ്റിറ്റി ആക്കി ഒരു റിലീജിയസ് സാക്രഡ്നെസ് അതിന് കൊടുത്ത് അതിനെ അതേപോലെ പരിപാലിച്ച് ഒരു ലോങ് ടേം ഒരു ഡിസ്പ്ലേയിലേക്ക് മാറ്റണം എന്നാണ് ഓഥർ പറയുന്നത്. ഓക്കെ, historical display strategies shows that conceptualized experimental engagement, not mere visual display, deepens understanding of relics. Simply placing relics in sterile museum will risk stripping them of meaning and continuing colonial display practices. Museums must treat relics as living entities, designing space for meditation, chanting, contemplation, and prolonged engagement. The future strategy should be include public discussion, interdisciplinary collaboration and community involvement. ഇതൊക്കെ നമുക്ക് നമ്മുടെ ആൻസേഴ്സിൽ എഴുതാനായിട്ട് പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് പൊതുവേ ആർട്ട് ആൻഡ് കൾച്ചറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കറണ്ട് അഫയറിൽ നിന്നുള്ള ഇൻപുട്സ് വളരെ കുറവായിരിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇതേപോലെയുള്ള സംഗതികളൊക്കെ വരുമ്പോൾ ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ള ഒരു പ്രോബബിലിറ്റീസ് ആർ വെരി ഹൈ. അപ്പോൾ അതിനെ ഒരിക്കലും തള്ളിക്കളയാതെ അതിനെ ഒരിക്കലും ഒരു ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാതെ നന്നായിട്ടൊരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഒരു എന്താ പറയുക, സം കേസസ് ഇറ്റ് വിൽ ബി ലൈക്ക് യെസ് ഓർ നോ, ഐ മീൻ ഇഫ് യു നോ ഇറ്റ് യു ക്യാൻ ഡു ഇറ്റ് എന്നുള്ള രീതിയിലേക്ക് മാറും. നമുക്ക് പ്രത്യേകിച്ച് ഒരു ലോജിക്കൽ എലിമിനേഷനോ അല്ലെങ്കിൽ ലോജിക്കൽ ഗസ് വർക്കോ ഒന്നും അധികം വർക്കാവില്ലാത്തൊരു സെഗ്മെന്റ് ആണ് ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ കുറച്ച് ഫാക്ട്സ് ഒക്കെ അറിയാമെങ്കിൽ നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നമുക്കൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് കിട്ടും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, then training programs, fellowship and redesigned courses are needed for heritage professionals focused on restitution and interpretation. Collaboration with local communities is essential to combat illicit trafficking of antiquities. ഇപ്പോൾ ഇത് വളരെ ഒരു പ്രശ്നമാണ്. ഈ പറഞ്ഞിട്ടുള്ള ഈ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇതേപോലെയുള്ള ആന്റിക് പീസസിനൊക്കെ വളരെ ഡിമാൻഡാണ്. ബില്യൺസ് ആണ് ആളുകൾ ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സെറ്റപ്പിൽ നമ്മൾ ഇതേപോലത്തെ റിലീക്സും കാര്യങ്ങളെല്ലാം ഒന്ന് പ്രോപ്പറായിട്ട് പ്രൊട്ടക്ട് ചെയ്യാതെ നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു നഷ്ടമായിരിക്കുന്നു കൂടിയാണ് അതൊരു പറഞ്ഞു വയ്ക്കുന്നത്. ദെൻ there should be legal awareness, ethical standards and alignment with international agreements are recommended. When with thoughtful stewardship, the Pepperwara relics can be fully empowered in India, reflecting Buddha's legacy ആൻഡ് ലിവിങ് പ്രസൻസ്. ഓക്കെ, ഒരു ബുദ്ധിസ്റ്റ് ഐഡിയോളജി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു ബിഗർ ഐഡിയോളജി ഉപയോഗിച്ച് ഏഷ്യനെ നമുക്കൊരു ഐഡന്റിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ഐഡിയോളജി തന്നെയാണ് ബുദ്ധിസം എന്ന് പറയുന്നത്. എസ്പെഷ്യലി സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അതേ സൗത്ത് ഏഷ്യ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യ ഹാവ് എ ബുദ്ധിസ്റ്റ് ഹിസ്റ്ററി, ചൈന ഹാസ് എ ബുദ്ധിസ്റ്റ് ഹിസ്റ്ററി, അതേപോലെ എല്ലാത്ത കൺട്രീസ് ലൈക്ക് ഭൂട്ടാൻ, ടിബറ്റ്, ദെൻ മലേഷ്യ, തായ്ലാൻഡ്, അവരൊക്കെ എല്ലാവർക്കും ഒരു ബുദ്ധിസ്റ്റ് ഇൻഫ്ലുവൻസും ഹിസ്റ്ററിയും ഒക്കെ ഉണ്ട്. ലൈക്ക് ഐ ഫോർഗോട്ട് ദ നെയിംസ്, ലൈക്ക് ശ്രീലങ്ക. അപ്പോൾ അതൊക്കെ ഇതൊക്കെ നമ്മുടെ സോഫ്റ്റ് പവറിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ബിഫോർ കൺക്ലൂഡിങ് ലെറ്റ് മീ ഗീവ് യു ആസ് യൂഷ്വൽ places in news. That is Odisha. I mean, I don't know exactly how it is pronounced, but still it is a place in Ukraine. Okay, so that is for the day. I believe നിങ്ങൾക്ക് ഇതിനകത്ത് നിന്നൊരു മെച്ചമുണ്ടായ, ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിൽ എന്തെങ്കിലും ഗുണം ഉണ്ടായെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.